കോടതിയിലിരിക്കുന്ന കേസിൽ ഹണിയെ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെയും നടപടി വരും. രാഹുലിന്റെ ഓർഗനൈസ്ഡ് ക്രൈം പോലീസ് പരിശോധിക്കുന്നു. ഏത് സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും രാഹുൽ വേട്ടക്കാരന് വേണ്ടി ശബ്ദിക്കാൻ രംഗത്ത് വരും. രാഹുലിനെതിരെ ജയശങ്കർ നടത്തിയ ആരോപണവും വലിയ ചർച്ചയാകുന്നു. ഓർഡർ ചെയ്യാതെ മസാല ദോശയോടൊപ്പം വരുന്ന ഉഴുന്നുവട പോലെയാണ് രാഹുൽ ഈശ്വർ. പൊതുസമൂഹം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഹുൽ ഈശ്വർ ആ വിവാദത്തിലേക്ക് സ്വയം പൊട്ടി വീഴും. പിന്നെ അനാവശ്യ വാദങ്ങളും ചർച്ചകളുമായി ആ വിഷയത്തിന്റെ മെറിറ്റിനെ തന്നെ അയാൾ നാശമാക്കും. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിൽ ചാനൽ ചർച്ചകളിൽ സജീവമായത് വഴി പൊതുസമൂഹത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ താന്ത്രിക കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയാനും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ ചോദ്യം ചെയ്ത് രാഹുൽ ഈശ്വർ വിവാദ വിഷയത്തിൽ തലയിട്ടിരിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയും പിറകെ നടന്ന് ശല്യം ചെയ്തും തന്നെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമയുദ്ധം ആരംഭിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത നടി ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെയും കടുത്ത നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ തന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നടി തുറന്നടിച്ചത്. തന്നെയും കുടുംബത്തെയും കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ് രാഹുൽ തള്ളിവിടുന്നതെന്നും അയാൾ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല എന്നും നടി പറഞ്ഞത് ഗൗരവമേറിയ കാര്യമാണ്. ഇതോടെ അറസ്റ്റ് ഭയന്ന് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ ചോദ്യം ചെയ്ത് രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായ സ്വരൂപണം നടത്താൻ തുനിഞ്ഞിറങ്ങിയതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഓർഗനൈസ്ഡ് ക്രൈമിനെ രാഹുൽ ഈശ്വർ ആഹ്വാനം ചെയ്തിരിക്കുന്നുവെന്ന ഹണി റോസിന്റെ പരാമർശം കേരള പോലീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹണി റോസിന്റെ വിമർശനത്തെ സ്വാഗതം ചെയ്ത രാഹുൽ തനിക്കെതിരായ നിയമ നടപടി ഒറ്റയ്ക്ക് തന്നെ വാദിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മൗലികാവകാശത്തെയും ചോദ്യം ചെയ്യുന്നതിനെ കോടതിയിൽ നേരിടാൻ തയ്യാറാണെന്നാണ് രാഹുൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത്. ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ട രീതിയിൽ ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ വളരെ മോശമായി ചോദ്യം ചെയ്യുമ്പോൾ അതിനൊന്നും തന്നെ അവതാരകരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല. ഇവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്ക് നിയമം അറിയാമെന്നും അഭിഭാഷകനാണെന്നും സ്വയം വാദിച്ചോളാമെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഹണി റോസ് വസ്ത്രം ധരിച്ചു വരുമ്പോൾ അതിലൊരു വഷളത്വം തോന്നാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് സ്ഥാപിക്കാനും രാഹുൽ ചാനൽ ചർച്ചകളെ ഉപയോഗപ്പെടുത്തുന്നത് ഹണി റോസിന്റെ അഭിഭാഷകരും കേരള പോലീസും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹണി റോസ് വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെ കണക്കിന് വിമർശിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്ത് വന്നു. രാമൻപിള്ള വാദിച്ചിട്ട് പോലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി മജിസ്ട്രേറ്റ് നിരാകരിക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും അധികം മനോവേദന അനുഭവിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന ചിന്തകനാണെന്ന് ജയശങ്കർ പരിഹസിച്ചു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചാനൽ ചർച്ചകളിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ ഖ്യാതി ഉണ്ടായത്. 5 മിനിറ്റ് 3 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ ചാനലുകളിൽ ഓരോന്ന് അടിച്ചുവിടുന്ന ആളാണ്. വിദണ്ഡവാദത്തിൽ എന്തെങ്കിലും അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ പുള്ളിക്ക് കൊടുക്കണം. സമീപകാലത്തായി അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീഡന കേസുകളിലാണ്. രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടനെ TV ചാനലുകാർ രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. അദ്ദേഹം പീഡന സ്പെഷ്യലിസ്റ്റ് ആണ്. ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം പീഡനത്തിന് തെളിവുണ്ടോ, ഇതാണോ പീഡനമെന്നൊക്കെ ചോദിച്ച് വാദിക്കാൻ തുടങ്ങും. സിനിമാ നടൻ ദിലീപിന് വേണ്ടി, അല്ലെങ്കിൽ സിദ്ദിഖിന് വേണ്ടി, അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ഓരോ ചാനലുകളിൽ പോയി വാദിക്കുന്നു. എവിടെ പീഡനമുണ്ടായാലും രാഹുൽ രംഗത്ത് വരികയും പീഡകന് വേണ്ടി വാദിക്കുകയും ചെയ്യും. വേട്ടക്കാരൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും പരാതി ഉന്നയിച്ച സ്ത്രീ മോശക്കാരിയാണെന്നും അങ്ങ് സ്ഥാപിക്കും. ബോച്ചയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെയും രാഹുൽ അത്തരം പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞു. നടി അതിന് മറുപടിയും പറഞ്ഞു. രാഹുൽ ഈശ്വർ എന്ന ചെറുപ്പക്കാരന് പേരിട്ടത് വലിയ ഈശ്വര നിന്ദയാണ്. അയാളുടെ അച്ഛന്റെ പേര് ഈശ്വരൻ എന്നാണോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കിയാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം എപ്പോഴും ചെകുത്താന്റെ വക്കാലത്ത് പിടിച്ചാണ് വാദിക്കുന്നത്. ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പേരിട്ടത് സഹിക്കില്ല. ഈശ്വരന് നിരക്കാത്ത വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗസറ്റിൽ കൊടുത്തിട്ട് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന ചാനലുകാർക്കും ചെകുത്താന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഇത് പരിഗണിച്ചില്ലെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിന്റെ പേര് ഈ രീതിയിൽ പരിഷ്കരിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു.
ഹണി റോസ് കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിനിടെ ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് രാഹുലിനെതിരെ തൃശൂർ സ്വദേശി സലീം എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിലും കേസെടുക്കണമെങ്കിൽ രാഹുലിന്റെ പരാമർശങ്ങൾ സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരുമോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഇപ്പോഴും തുടരുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഭീഷണികൾക്കുമെല്ലാം നേതൃത്വം നൽകുന്നത് രാഹുൽ ഈശ്വറാണെന്ന ഹണി റോസിന്റെ വാദം വ്യക്തമായ നിയമോപദേശത്തിന്റെ പിൻബലത്തിലാണ്. ഇത് രാഹുലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ബോച്ചയെ രക്ഷിക്കാനിറങ്ങി പണി ചോദിച്ചു വാങ്ങിയ അവസ്ഥയിലാണിപ്പോൾ രാഹുൽ ഈശ്വർ.